ഇടുക്കിയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യം. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായ ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന തത്തകൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കകളാണ് തിന്ന് നശിപ്പിക്കുന്നത്. മാവടിയിലെയും സമീപ മേഖലകളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ. മുൻവർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. ഒരു മാസം മുമ്പാണ് ഇത്തവണ തത്തകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നിലവിൽ നൂറുകണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്കായ ഇവ തിന്ന് നശിപ്പിക്കും. ഏലത്തിന്റെ ചുവട്ടിൽ ഏലക്കായ അവസര സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ പറമ്പിൽ ഇത് നമുക്കറിയാത്ത സ്ഥലം ഏലക്കൃഷിയുള്ളൂ. അതിനകത്ത് പറമ്പിൽ ഒരു വൈസയോട് ഉയർന്ന് 2 വർഷം മുമ്പ് എന്തോ ഏലക്ക ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചിട്ടേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ പകല് നിരീക്ഷിച്ച് പഠിച്ചപ്പം തത്തയാണ് ഇതിന് പിന്നിൽ, തത്തയാണ് ഇത് കളയുന്നതെന്ന് ബോധ്യപ്പെട്ടു. അന്ന് ആൾക്കാർ 5-10-15 അടിയിലേ കളഞ്ഞിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഇത് തത്തയാന്ന് ആർക്കൊരു വിചാരമില്ല. തത്ത നിലത്തിറങ്ങില്ല, തത്ത ഇങ്ങനെ കളയില്ല എന്നൊക്കെ വിചാരമായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷം ഇത് വ്യാപകമായിട്ട് വന്നില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം 8-15 അടിയൊക്കെ കളഞ്ഞുള്ളൂ. കഴിഞ്ഞ വർഷം അതിരില്ല ഓരോക്കെ തത്തയൊക്കെ ഇറങ്ങി ഈ ഇലക്ക കളഞ്ഞു. പക്ഷെ എന്തായാലും പറമ്പിൽ വാഴക്കര മുഴുവൻ തീർത്തുപോയി. അന്നേരം തത്തയൊരു ദോഷം ചെയ്യുന്ന ഒരു ജീവിയായിട്ടൊന്നും ആൾക്കാരും കണ്ടിരുന്നില്ല. പക്ഷെ ഈ വർഷം ഇപ്പോൾ ഒരു മാസമായിട്ട്, ഒരു മാസം മുമ്പ് തുടങ്ങി ഇവിടെ ഈ ഏലം മാത്രങ്ങൾ ഇപ്പം വാഴക്കരയൊന്നും വേണ്ട, ഒരു സാധനവും വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ തത്തശല്യമുണ്ട്. ഏലത്തോട്ടത്തിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിന് ചുറ്റും വലിയ ശബ്ദമുയരുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, News 18.